മണിപ്പൂരിനെക്കുറിച്ച് തുടർച്ചയായി സമരം ചെയ്തും ചർച്ചകൾ നടത്തിയും കത്തിച്ച കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ബംഗാളിലെ സന്ദേശ് ഖാലിയെക്കുറിച്ച് മൗനമാണ്. മൗനമെന്നാൽ പൂർണ്ണമായ മൗനം. സന്ദേശ് ഖാലിയെന്ന് മലയാളികൾ കേട്ടുപോലും കാണില്ല. കാരണം പത്രങ്ങളിൽ അതിനെക്കുറിച്ച് വാർത്ത വരാറില്ല, സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് ഹാഷ്ടാഗുകളില്ല, പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധമില്ല, ചാനലുകളിൽ അന്തിച്ചർച്ചയുമില്ല, പേടിപ്പിക്കാനാണെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളുമില്ല. എന്താണ് കാരണമെന്നല്ലേ? ബംഗാളിലെ മമതാ ബാനർജി എന്ന മതഭ്രാന്തിയായ മുഖ്യമന്ത്രിയുടെ ക്രൂരമായ ഈ സ്ത്രീ വേട്ടയെക്കുറിച്ച് പുറത്തു കൊണ്ടുവന്നത് തന്നെ സന്ദേശ് ഖാലിയിലെ മുൻ CPM MLA ആയ നിരപത സർദാറാണ്. പക്ഷേ പരാതി നൽകിയ ഈ CPM മുൻ MLA ഇപ്പോൾ മമതയുടെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. കൂടാതെ മമതാ ബാനർജിയുടെ സർക്കാരിനെതിരെ സംസാരിച്ച മിക്ക ബംഗാളിലെ BJP നേതാക്കളും ഇപ്പോൾ മമതയുടെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ എന്നിട്ടും ആ ഫാസിസത്തെക്കുറിച്ച് ഇങ്ങ് കേരളത്തിൽ ഒരു ചർച്ചയുമില്ല. കാരണം വേട്ടയാടപ്പെടുന്നത് ഹിന്ദു സ്ത്രീകളും വേട്ടക്കാർ മുസ്ലിം നേതാക്കളുമാണ്. സർവോപരി മലയാളികൾക്ക് പ്രിയപ്പെട്ട റോഹിംഗ്യകളാണ്. മാസങ്ങളായി സന്ദേശ് ഖാലി എന്ന ബംഗാളിലെ തുരുത്തിൽ ഹിന്ദുക്കൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ ക്രൂരമായി വേട്ടയാടപ്പെടുകയാണ്. അവിടെ നിന്നുള്ള വാർത്തകൾ പുറത്തു വരാതിരുന്നത് അവിടം BJP ശക്തി കേന്ദ്രമായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആവണം. കാലങ്ങളായി CPMനൊപ്പം നിന്നിരുന്ന ഒരു ജനതയായിരുന്നു സന്ദേശ് ഖാലിയിലേത്. എന്നാൽ തൃണമൂൽ ഭരണം തുടങ്ങി ഷെയ്ഖ് ഷാജഹാൻ എന്ന തൃണമൂൽ നേതാവിന് കീഴിലായതിനു ശേഷമാണ് സന്ദേശ് ഖാലിക്ക് ഈ ദുർഗതി ഉണ്ടായത്. അവിടെയുള്ള സാധാരണക്കാരുടെ ഭൂമിയുടെ രേഖകളിലും നികുതിയിലുമൊക്കെ കൃത്രിമം കാണിച്ച് തൃണമൂൽ നേതാക്കൾ അവരുടെ പേരിലേക്ക് പാവങ്ങളുടെ ഭൂമി കൂട്ടിച്ചേർക്കുകയാണ് ആദ്യം ചെയ്തത്. പിന്നീട് അവിടെ ഉണ്ടായ പ്രതിഷേധം അടിച്ചമർത്താൻ ഭരണകൂടത്തിൻ്റെ സഹായത്തോടെ പോലീസിനെ ഉപയോഗിച്ച് അവിടുത്തെ പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യുകയും വേട്ടയാടുകയും ചെയ്തു. സ്ത്രീകളെ തൃണമൂൽ നേതാക്കൾ പാർട്ടി ഓഫീസിലേക്ക് ചർച്ചയ്ക്കായി വിളിച്ചു വരുത്തി അതിൽ സുന്ദരികളായ പെൺകുട്ടികളോട് പാർട്ടി ഓഫീസിൽ തങ്ങാൻ ആവശ്യപ്പെടുകയും പീഡിപ്പിക്കുകയുമായിരുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഈ തുരുത്തിലെ ആളുകൾക്ക് വേണ്ടി CPM നേതാവായ നിരപത സർദാറാണ് ആദ്യം പരാതി പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ നിരപത ഈ വിഷയം അറിയുന്നത് തന്നെ മണിപ്പൂരിൽ BJPക്കെതിരെ സമരത്തിൽ നിൽക്കുമ്പോഴാണ് എന്നതാണ് തമാശ. പക്ഷേ എന്നിട്ടും സന്ദേശ് ഖാലി കേരളത്തിൽ വാർത്തയായിട്ടില്ല. ഷെയ്ഖ് ഷാജഹാൻ എന്ന മമതയുടെ വലം കൈയായ മുസ്ലിം നേതാവും അയാളുടെ പ്രധാനപ്പെട്ട ശിങ്കടികളായ ഷിബു ഹജറ, ഉത്തം സർദാർ എന്നിവരുമാണ് വ്യാപകമായി ഈ ഗ്രാമത്തിലെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തത്. ബംഗാൾ ഗവർണറായ മലയാളി CV ആനന്ദബോസ് വിഷയത്തിൽ ഇടപെടുകയും സംഭവസ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകിയ ശേഷമാണ് ഈ വിഷയം ദേശീയ മാധ്യമങ്ങളിലെങ്കിലും വാർത്തയായത്. സ്ഥലത്ത് പോയി 20ലധികം സ്ത്രീകളുടെ പരാതി നേരിട്ട് സ്വീകരിച്ച് സംസ്ഥാന ഗവർണർ തന്നെ പോലീസിന് കൈമാറിയിട്ടും ഒരു പരാതി പോലും ലഭിച്ചില്ല എന്നാണ് സ്ത്രീയായ മുഖ്യമന്ത്രി മമതാ ബാനർജി പരസ്യമായി പറഞ്ഞത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വളരെ രൂക്ഷമായ ഭാഷയിൽ മമതാ ബാനർജി വിമർശിച്ചതുപോലും കേരളത്തിൽ വാർത്തയായില്ല. കാരണം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനും കോൺഗ്രസിനും വേദനിച്ചാലോ എന്നതുകൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ മുസ്ലിം വിരുദ്ധമായ ചർച്ചകൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കിയാലോ എന്ന് കരുതി ഇടതുപക്ഷവും കോൺഗ്രസും മാധ്യമങ്ങളും ചേർന്ന് രൂക്ഷമായ ഈ മനുഷ്യാവകാശ ലംഘനം, ഈ നരവേട്ട, ദേശീയ മാധ്യമങ്ങൾ സന്ദേശ് ഖാലി ഹൊറർ എന്ന ടാഗ്ലൈനിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേരളത്തിലെ പത്രങ്ങളിൽ ചെറിയ കോളങ്ങളിൽ പോലും വന്നിട്ടില്ല. ഈ വാർത്ത കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? ലോകത്തിലെവിടെയുമുള്ള മനുഷ്യാവകാശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കേരളത്തിൽ എന്തുകൊണ്ട് ബംഗാളിലെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല? ബംഗാളിലെ മുൻ CPM MLA തന്നെ പരാതിക്കാരനായിട്ടും സാക്ഷാൽ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് നേരിട്ട് സംഭവസ്ഥലത്ത് പോയി ഇരകളെ കണ്ട് മമതയ്ക്കെതിരെ വലിയ ശബ്ദം ഉയർത്തിയിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി മുതൽ ഇങ്ങ് താഴത്തെ ഓൺലൈൻ കമ്മിക്കൂട്ടങ്ങൾ പോലും ഞെട്ടിയില്ലെന്ന് മാത്രമല്ല, ഇങ്ങനൊരു വാർത്ത കേട്ടതായി പോലും മലയാളിയെ അറിയിച്ചില്ല. കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നാണം കെട്ടാലോ, അതിൻ്റെ നേട്ടം രാഷ്ട്രീയപരമായി BJPക്കുണ്ടായാലോ എന്ന്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഹിന്ദു അണികൾ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട് കൊന്നാലും വേട്ടക്കാരൻ മുസ്ലിമായാൽ അതിൻ്റെ ഗുണം BJPക്ക് കിട്ടുമെന്ന നീച രാഷ്ട്രീയ ഭയം കേരളത്തിലെ മാധ്യമങ്ങളും പ്രകടിപ്പിക്കുന്നത് വിരൽത്തുമ്പിൽ വിവരങ്ങൾ ലഭിക്കുന്ന ഈ സോഷ്യൽ മീഡിയ കാലത്തും അതിശയമാണ്. ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി 6 തവണ ഈ പ്രദേശം സന്ദർശിക്കാൻ പോയിട്ടും പോലീസ് തടയുകയാണുണ്ടായത്. മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി റോഡിൽ ഒരു ദിവസം ഒരു തവണ തടയപ്പെട്ടത് വാർത്തയായ ചർച്ചയായ കേരളത്തിൽ പക്ഷേ ഇത് വാർത്തയായില്ല. ബംഗാൾ ഹൈക്കോടതിയുടെ വിധിയുമായിട്ടാണ് സുവേന്ദു അധികാരി എന്ന BJP നേതാവ് ഈ സ്ഥലത്തേക്ക് പോയത്. സുവേന്ദുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 2.5 കോടി ബംഗാൾ ജനതയുടെ വോട്ട് വാങ്ങിയ BJPയുടെ പ്രതിപക്ഷ നേതാവ് നിയമപരമായി ഹൈക്കോടതിയുടെ അനുകൂല വിധിയുമായി പോയിട്ടും സന്ദേശ് ഖാലിയിലേക്ക് മമതയുടെ പോലീസ് പ്രവേശിപ്പിച്ചില്ല. ഇതിൽ പരം എന്ത് ഫാസിസമാണ് ഒരു നാട്ടിൽ ഉണ്ടാകേണ്ടത്? BJP ദേശീയ അധ്യക്ഷൻ
JP നദ്ദ നേരിട്ട് നിയമിച്ച 2 കേന്ദ്രമന്ത്രിമാരും MPയും MLAമാരും അടങ്ങുന്ന 6-അംഗ സംഘം വന്നിട്ടും മമതയുടെ പോലീസ് അവരെ സന്ദേശ് ഖാലിയിലേക്ക് വിട്ടില്ല. കാരണം ഒരു ഫെറി കടന്നു വേണം ഈ തുരുത്തിലേക്കെത്താൻ. സംസ്ഥാന ഗവർണർ എന്ന അധികാരം ഉപയോഗിച്ച് അവിടെ പോയ മലയാളിയായ ഗവർണർ ആനന്ദ ബോസാണ് വിഷയത്തിലെ തീവ്രത പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയത്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദേശ് ഖാലിയിലെത്തി ഇരകളാക്കപ്പെട്ട നീതി ലഭിക്കാത്ത സ്ത്രീകളെ നേരിട്ട് കാണാൻ തീരുമാനമെടുത്ത വാർത്ത പുറത്തു വന്നപ്പോൾ മാത്രം കേരളത്തിൽ അത് ചർച്ചയാകുന്നു. അതുവരെ ഈ ഇരകളെക്കുറിച്ച് മിണ്ടാത്ത കൈരളി വാർത്ത കൊടുത്തത് മണിപ്പൂരിൽ പോകാത്ത മോദി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സന്ദേശ് ഖാലിയിൽ പോകുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാലങ്ങളായി CPMന് വോട്ട് നൽകി വിജയിപ്പിച്ചിരുന്ന ഒരു സമൂഹം അവർ ഹിന്ദുവായി പോയതുകൊണ്ട് മാത്രം എത്ര നീചമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നതെന്ന് ഇത് കേരളത്തിനൊരു പാഠമാണ് എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ പ്രദേശത്ത് ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദു സ്ത്രീകളെ ക്രൂരമായി ആക്രമിക്കുന്നത്, പീഡിപ്പിക്കുന്നത് ബംഗാളിലെ തദ്ദേശവാസികളായ മുസ്ലിങ്ങളല്ല. വെറും 6-7 വർഷം മുമ്പ് ഇവിടേക്ക് കുടിയേറിയ അഭയാർത്ഥികളായ റോഹിംഗ്യകളാണ്. മ്യാൻമറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയ ഇവർക്ക് വ്യാജ ആധാർ കാർഡും റേഷൻ കാർഡും നൽകി മമതയുടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ഇലക്ഷൻ ID കാർഡ് നൽകിയപ്പോൾ മമതയുടെ നേതാക്കൾക്ക് വേണ്ടി ഹിന്ദുക്കളെ ഇല്ലാതാക്കുന്ന മസിൽ പവറായി തൃണമൂൽ കോൺഗ്രസും അവരുടെ നേതാക്കളും ഈ റോഹിംഗ്യൻ തീവ്രവാദികളെ ഉപയോഗിക്കുന്നതാണ് സന്ദേശ് ഖാലി ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും വലിയ പാഠം. ഒരുപക്ഷെ വോട്ട് ബാങ്കിന് വേണ്ടി എത്രയോ റോഹിംഗ്യകളെ ബംഗാളികളെന്ന പേരിൽ ചുമക്കുന്ന മലയാളിയെ കാത്തിരിക്കുന്നതും ഇതേ ദുർവിധിയായിരിക്കും. ബംഗാളിലെ മറ്റു പ്രദേശങ്ങളിലെന്ന പോലെ സന്ദേശ് ഖാലിയിലെ ജനസംഖ്യയുടെ 1/3 മുസ്ലിം സമൂഹമാണ്. അവരിൽ പലരും കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും പിന്നീട് ബംഗ്ലാദേശിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാരോ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരുടെ പിൻഗാമികളോ ആണ്. ന്യൂനപക്ഷമാണെങ്കിലും സന്ദേശ് ഖാലിയിൽ മുസ്ലിങ്ങൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. തൃണമൂൽ നേതൃത്വത്തിൻ്റെ ഏറ്റവും ശക്തൻ ഷെയ്ഖ് ഷാജഹാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മസിൽ പവറായി ഉപയോഗിക്കുന്നത് ഇതേ റോഹിംഗ്യകളെയാണ്. നദീതീരങ്ങളിലൂടെയും അതിർത്തികളിലൂടെയും 7 വർഷം മുമ്പാണ് റോഹിംഗ്യകൾ ബംഗാളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയത്. റോഹിംഗ്യകൾ സാവധാനം വളർന്നു. ഇവർ പിന്നീട് തൃണമൂലിൻ്റെ പ്രവർത്തകരായി മാറുകയും മീൻ ഫാമുകളിലും കൃഷിയിടങ്ങളിലും ജോലി ചെയ്യുകയും ചെയ്തു. അവർ കൂലിപ്പണിക്കാരായും റിക്ഷ വലിക്കുന്നവരായും പച്ചക്കറി വിൽപ്പനക്കാരായും ഒക്കെ ബംഗാളിൽ ജീവിതമാർഗം കണ്ടെത്തി. സന്ദേശ് ഖാലിയിൽ നിന്നുള്ള ഒരു കൊറിയർ കമ്പനിയിലെ ജീവനക്കാരനായ ഹിരൺ ദാസ് ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ആദ്യം മുതൽ തന്നെ റോഹിംഗ്യകൾ ഞങ്ങൾക്കൊരു ഭീഷണിയായിരുന്നു. അവർ ഹിന്ദു സ്ത്രീകളെ കളിയാക്കുകയും ഹിന്ദു പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് തൃണമൂൽ നേതാക്കൾ, പ്രത്യേകിച്ച് ഷെയ്ഖ് ഷാജഹാൻ, വലിയ സംരക്ഷണം നൽകി. ഹിന്ദു പെൺകുട്ടികളെയും സ്ത്രീകളെയും കൂട്ടിക്കൊണ്ടുപോയി തൃണമൂൽ നേതാക്കൾക്ക് എത്തിച്ചു കൊടുത്തിരുന്ന തൃണമൂൽ അംഗങ്ങൾ കൂടുതലും റോഹിംഗ്യകളായിരുന്നു. CPIM പ്രവർത്തകൻ കൂടിയായ കർഷകനായ ഷമിക് ബിശ്വാസ് പറഞ്ഞതുകൂടി മലയാളി കേൾക്കണം. പ്രാദേശിക മുസ്ലിങ്ങളുമായി ഞങ്ങൾക്ക് ഒരിക്കലും പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. അവരിൽ പലരും തലമുറകളായി ഇവിടെയുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ പോലും ഇത്രയും പ്രശ്നമുണ്ടാക്കുന്നവരല്ല. ഞങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും ഇവർ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ റോഹിംഗ്യകൾ കൂട്ടത്തോടെ വന്നപ്പോഴാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. അപ്പോഴാണ് ഈ നാട്ടിൽ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. CPIM പ്രവർത്തകൻ കൂടിയായ കർഷകനായ ഷമിക് ബിശ്വാസ് പറഞ്ഞു, സന്ദേശ് ഖാലി ഒരു CPMൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു. നോർത്ത് 24 പഗ്നാസ് ജില്ലയിലെ ബസീർഘട്ട് സബ് ഡിവിഷൻ്റെ ഭാഗമാണ് സന്ദേശ് ഖാലി. ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ക്രൂരതകൾ CPMൻ്റെ കാലത്ത് പോലും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. തങ്ങളെ പീഡിപ്പിക്കുന്നവർ കൂടുതലും റോഹിംഗ്യകളാണെന്ന് സന്ദേശ് ഖാലിയിലെ ഹിന്ദു സ്ത്രീകൾ ഏറ്റുപറയുന്നു. റോഹിംഗ്യൻ പുരുഷന്മാർ ഹിന്ദു പെൺകുട്ടികളെ അവരുടെ ഭാര്യമാരുടെയും അമ്മമാരുടെയും പെൺമക്കളുടെയും സാന്നിധ്യത്തിൽ പോലും പീഡിപ്പിക്കുന്ന നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ ഹിന്ദു സ്ത്രീകളെ ഉപദ്രവിക്കാനും കുറ്റകൃത്യങ്ങൾ ചെയ്യാനും റോഹിംഗ്യൻ സ്ത്രീകൾ അവരുടെ പുരുഷന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ കയ്യിൽ നിന്ന് അതിക്രമങ്ങൾ അനുഭവിച്ച ഒരു ചെറുകിട വ്യാപാരിയുടെ ഭാര്യ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു റോഹിംഗ്യൻ ഇവിടെ ഉള്ളിടത്തോളം കാലം സന്ദേശ് ഖാലി സ്ത്രീകൾക്ക് സുരക്ഷിതമായിരിക്കില്ല. ഈ റോഹിംഗ്യകളെ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി മസിൽ പവറായി ഉപയോഗിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കളൊന്നും തന്നെ, അല്ലെങ്കിൽ അവിടെയുള്ള തദ്ദേശവാസികളായ ബംഗാളി മുസ്ലിങ്ങൾ പോലും റോഹിംഗ്യകളുമായി സാമൂഹികമായി ഇടപഴകുന്നില്ല. റോഹിംഗ്യകളെ അവരുടെ പള്ളികളിൽ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് പോലും അവർ നിരുത്സാഹപ്പെടുത്തുന്നു. അവരുടെ കുടുംബത്തിലെ പെൺകുട്ടികളെയും സ്ത്രീകളെയും റോഹിംഗ്യകളുമായി ഇടപഴകാൻ അവർ അനുവദിക്കാറില്ല. കൂടാതെ റോഹിംഗ്യകളെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാൻ ഒരിക്കലും അവർ അനുവദിക്കാറുമില്ല. കാരണം അവർക്കും റോഹിംഗ്യകളെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാണ്. പക്ഷേ ഏറ്റവും ഖേദകരമായ കാര്യം, ഇതേ നുഴഞ്ഞുകയറ്റക്കാരായ തീവ്രവാദികളായ റോഹിംഗ്യകൾക്ക് മമതാ ഗവൺമെൻറ് നൽകുന്ന പിന്തുണയാണ്. അവരുടെ നേതാക്കൾ നൽകുന്ന പരസ്യമായ പിന്തുണയാണ്.
ഹിന്ദുക്കൾക്കെതിരെയുള്ള മസിൽ പവറായി തീവ്രവാദികളായ ഈ റോഹിംഗ്യകളെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമാണ് ഇന്ന് സന്ദേശ് ഖാലി ഉൾപ്പെടെയുള്ള പല ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തും ഹിന്ദുക്കൾ അനുഭവിക്കുന്നത്. നാളെ കേരളത്തിലും കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ഇതേ അനുഭവം തന്നെയായിരിക്കും. കാരണം ബംഗാളികളെന്ന പേരിൽ മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച് കൊണ്ടു നടക്കുന്ന എത്ര റോഹിംഗ്യൻ തീവ്രവാദികളെ കേരളം ചുമക്കുന്നുണ്ടെന്നതിൻ്റെ കണക്ക് CPMൻ്റെ കയ്യിലോ ഭരണകൂടത്തിൻ്റെയോ കേരള പോലീസിൻ്റെ പോലും കയ്യിലില്ല. നാളെ ഒരു കാലത്ത് ഒരു പ്രദേശത്ത് അവർ ഭൂരിപക്ഷമാകുമ്പോൾ കൂട്ടം ചേർന്ന് ഹിന്ദു സ്ത്രീകളെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് എത്ര റോഹിംഗ്യൻ തീവ്രവാദികൾ കേരളത്തിലുണ്ടായിരുന്നു എന്നറിയാൻ കഴിയൂ. നമ്മളെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. ചുറ്റുമുള്ളവരെക്കുറിച്ച് ശരിയായ ബോധവും തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കണം.